അടിസ്ഥാനമായി പരിചയപ്പെടുത്തിയ തർക്കമുണ്ടാവാൻ പാടില്ലാത്ത ഈ അടിസ്ഥാന ആശയത്തെയാണ് സമസ്ത ഇവിടെ അട്ടിമറിച്ചതായി നാം ഇവിടെ കണ്ടും കേട്ടും ബോധ്യമായത്. യഥാർത്ഥത്തിൽ ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഏതെങ്കിലും ഉസ്താദുമാരുടെ സംസാരങ്ങളിൽ വന്ന ചില അബദ്ധങ്ങളല്ല. അതിനാണ് വ്യത്യസ്തങ്ങളായ ഉസ്താദുമാരുടെ സംസാരത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഇവിടെ കേൾപ്പിച്ചത്. ഏതെങ്കിലും ഒരാൾക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഇതവർ ആശയമായി സ്വീകരിച്ചതാണ്. നോട്ടീസുകളിൽ ഉസ്താദുമാരും ഇന്ന് വിഷയം നൽകുന്നത് തന്നെ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖുൽ മശായിഖായ ഷെയ്ഖ് മടവൂർ എന്ന പേരിലാണ് പല ആളുകളുടെയും പ്രഭാഷണ പോസ്റ്ററുകളിൽ വിഷയം പോലും നൽകുന്നത്. മുദബ്ബിറുൽ ആലം അല്ലാഹു തആലയാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് മുദബ്ബിറുൽ ആലം CM മടവൂരാണെന്ന് പറയുന്ന, അതല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖാണ് എന്ന് പറയുന്ന, റിഫായി ഷെയ്ഖാണ് എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായ മഹാന്മാരും അല്ലാത്തതുമായ ആളുകളെ പേരിലേക്ക് അതിനെ ചാർത്തിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തി. എങ്ങനെയാണ് ഇതെത്തിയത്? ഇത് യാദൃച്ഛികമായി ഉണ്ടായതല്ല, ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. ഇത് മെല്ലെ 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 മാറി മാറി വന്ന് ഇന്ന് ഈ ഏറ്റവും വലിയ ചളിക്കുഴിയിലേക്ക് എത്തിപ്പെട്ടുവെന്നാണ് വസ്തുത. പഴയ കാലത്തൊക്കെ ആളുകൾ പറയാറുള്ളത്, ഞങ്ങളാരും മഹാന്മാരോട് തേടുന്നില്ല, ഞങ്ങളാരും മഹാന്മാരോട് നേരെ ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കുക മാത്രമാണ് ചെയ്യുക എന്നാണ് പഴയ കാലങ്ങളിൽ സാധാരണക്കാരൊക്കെ പറയാറുണ്ടായിരുന്നത്. സാധാരണക്കാർ മാത്രമല്ല, ഉസ്താദുമാര് പോലും ആദ്യകാലത്ത് പറയുകയും എഴുതുകയും ചെയ്തത്, അല്ലാഹു അല്ലാത്തവരോട്, ഒരു വലിയനോട്, ഒരു മഹാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു മുസ്ലിമും പറയുകയില്ല, അങ്ങനെ പറയാൻ പാടുമില്ല എന്ന് എഴുതി വെച്ചത് സമസ്തയുടെ ആദ്യകാല സെക്രട്ടറിയാണ്. സമസ്തയുടെ ആദ്യകാല സെക്രട്ടറിയായിരുന്ന റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ് എന്ന പുസ്തകത്തിന് അദ്ദേഹം എഴുതി വെച്ചത്, ഒരു മഹാനോട്, ഒരു നബിയോട്, ഒരു വലിയനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു മുസ്ലിമും പറയുകയില്ല, അങ്ങനെ പറയാൻ പാടുമില്ല എന്നാണ്. അന്ന് അതായിരുന്നു ആശയം. നേരെ മറിച്ച് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ ഇടയാളന്മാരാക്കി അള്ളാഹിനോട് ഇടതേടുക മാത്രമാണ്, തവസ്സുലാക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അന്നത്തെ വാദം. പിന്നെ അതിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി വന്ന് ഇന്ന് നാം ഈ കേട്ട അവസ്ഥയിലേക്കാണ് അവസാനം എത്തിപ്പെട്ടത്. സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ലെങ്കിൽ, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് വിശ്വാസമെങ്കിൽ, ലോകത്തിന്റെ ഖാലിഖാണ്, ലോകത്തിന്റെ റാസിഖാണ്, എല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തുമാകാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന ഇസ്ലാമിനന്യമായ തലതിരിഞ്ഞ ആശയത്തെ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് അടിസ്ഥാനത്തിൽ തെറ്റിയത്. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ. ആ വിശ്വാസമില്ലെങ്കിൽ ആരോട് തേടിയാലും ശരി, ആരെ ആശ്രയിച്ചാലും ശരി, ആരെ കുറിച്ച് എന്തൊക്കെ വിശ്വസിച്ചാലും ശരി, അവർ ലോകം മുഴുവനും നിയന്ത്രിക്കുമെന്ന് അവരെ കുറിച്ച് പറഞ്ഞാലും ശരി, അതൊന്നും പ്രശ്നമില്ല, അതൊന്നും ഒരു നിലക്കും ശിർക്കാകുന്ന കാര്യമല്ല എന്നാണ് ഇവിടെ സമസ്ത ഔദ്യോഗികമായി പഠിപ്പിച്ചത്. ശിർക്കിന് അവർ പുതിയ ചില വിശദീകരണങ്ങൾ കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലാത്ത, നബിതങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിച്ച് പഠിപ്പിച്ചു പോകുന്നതല്ലാത്ത പുതിയ ചില ആശയങ്ങളെ ശിയാക്കൾ പരിചയപ്പെടുത്തിയതിന് ത്വരീഖത്തിലൂടെ, തസവുഫിലൂടെ അത് ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിൽ സമസ്തക്കാര് ആ പുതിയ ചില വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു ശിർക്കിന്. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന് അവകാശപ്പെട്ട വല്ലതും റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക എന്നാണ്. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടത് അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അതിന്റെ പേരാ ശിർക്ക്. അതൊരു നാമമായാലും ശരി, ഒരു വിശേഷണമായാലും ശരി, ഒരു പ്രവൃത്തിയായാലും ശരി, അതെല്ലാം ശിർക്കാണെന്നാ പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹുവിന്റെ നാമം റബ്ബല്ലാത്തവർ വകവെച്ചു കൊടുത്താൽ ശിർക്കായി എന്നാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും അധ്യാപനം. റബ്ബിന്റെ വിശേഷണം, അവന്റെ പ്രവൃത്തികൾ, അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്ത ആർക്ക് വകവെച്ചു കൊടുത്താലും അത് ശിർക്കെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തി. നബിയോട് ഒരാൾ വന്ന് പറയുന്നു, റസൂലേ മാഷാ അല്ലാഹു വശിഅ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതാ സംഭവിക്കുക.
അള്ളയും റസൂലും ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ തിരിച്ചുള്ള ചോദ്യം, അജഅൽതനീ ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹിനോട് പങ്കു ചേർക്കുകയാണോ, അള്ളാഹിന് തുല്യമാക്കുകയാണോ എന്നാണ് നബി തങ്ങളുടെ ചോദ്യം. ഒറ്റ വാക്കാണ്, എന്താ? മാ ശാ അല്ലാഹു വശിഅത. മശീഅത്ത്, ഉദ്ദേശം എന്ന വിശേഷത്തിൽ റഹ്മാനായ റബ്ബിന്റെ കൂടെ അള്ളാഹിന്റെ റസൂലിനെ കൂടി ചേർത്തിക്കൊണ്ട് അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞപ്പോഴേക്ക് നബി തങ്ങൾ ഇടപെട്ടു. നീ എന്നെ അള്ളാഹ്ക്ക് തുല്യമാക്കുകയാണോ, എനിക്ക് സ്വയം കഴിവുണ്ട് എന്നാണോ നിന്റെ വിശ്വാസം എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ഖാലിഖാണ്, റാസിഖാണ്, സട്ടാവാണ് എന്ന് വിശ്വാസത്തിലാണോ എന്ന് ചോദിച്ചിട്ടില്ല. എന്താ വിശ്വാസം എന്ന് പോലും ചോദിച്ചില്ല. അള്ളാഹുവിന്റെ മശീഅത്ത് എന്ന, അവന്റെ ഇറാദത്ത് എന്ന അവന്റെ ഒരു വിശേഷത്തെ നബിതങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, നീ എന്നെ അള്ളാഹ്ക്ക് തുല്യമാക്കുകയാണോ? അതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ ശിർക്ക്. നബിയുടെ കൂടെ സ്വഹാബത്ത് യാത്ര പോയാണ് ഹുനൈനിലേക്ക്. അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബിയുടെ കൂടെ പുറപ്പെട്ടു, ഹുനൈൻ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. വനഹനു ഹുദസാഉ അഹദിൻ ബിൽ കുഫർ, ഞങ്ങളൊക്കെ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ച് വന്നിട്ടേയുള്ളൂ. ആ അടുത്ത കാലത്താണ് ഞങ്ങൾ നബിയോടൊപ്പം യാത്ര പോയത്. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങളൊരു മരം കണ്ടു. ആ മരം മുസ്ലിക്കീങ്ങൾ ബഹുമാനിക്കുന്ന മരമാണ്, മുസ്ലിക്കീങ്ങൾ ആദരിക്കുന്ന മരമാണ്. അവര് ഇത്തരം ഘട്ടങ്ങളിൽ തങ്ങളുടെ വാള് ആ മരത്തിൽ തൂക്കിയിടാറുണ്ട്. ആ മരത്തിനെന്തോ ബറക്കത്തുണ്ട്, ആ മരത്തിനെന്തോ സിദ്ധിയുണ്ട് എന്നാണ് അവിടെ വിശ്വാസം. ആ മരത്തിൽ വാള് തൂക്കി പിന്നെ വാളെടുത്ത് പോയി യുദ്ധം ചെയ്താൽ വിജയം വരിക്കുമെന്നാണ് അവിടെ വിശ്വാസം ഉണ്ടായിരുന്നത്. ആ മരം ഞങ്ങൾ കണ്ടു. ഹത്താ ഇദാ മറർനാ ബിശജറ യുഖാദു ലഹാ ദാതു അൻവാത്ത്, ദാതു അൻവാത്ത് എന്ന് വിളിക്കപ്പെടുന്ന മരത്തിനരികെ ഞങ്ങൾ കടന്നുപോയി. അത് കണ്ടപ്പോ ഞങ്ങളൊക്കെ പഴയ കാലത്ത് അവിടെ പോയവരാണ്, വാള തൂക്കിയവരാണ്, അത് വിശ്വസിച്ചവരാണ്. അതൊക്കെ ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്നിട്ട് അധികകാലമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നബിയോട് പറഞ്ഞു, നബിയെ അവർക്കെല്ലാം മരമുണ്ടല്ലോ, അതുപോലെ നമ്മൾക്കും ഒരു മരം, ഒന്ന് വാള തൂക്കാൻ, ഒന്ന് ബറക്കത്തെടുക്കാൻ, സമാധാനിക്കാൻ ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണിത്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണേ എന്ന് പറയും പോലെയാണിത് എന്നാണ് നബി തങ്ങൾ തിരുത്തി കൊടുത്തത്. നബി ചോദിച്ചില്ല എന്തു മരമാണ്, സ്വയം കഴിവുള്ള മരമാണോ, സട്ടാവായ മരമാണോ, അല്ല കൊടുക്കാത്ത കഴിവുള്ള മരമാണോ എന്നൊന്നും ചോദിച്ചില്ല. നേരെ മറിച്ച് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണെന്നാണ് നബി തങ്ങൾ തിരുത്തി കൊടുത്തത്. അതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ ശിർക്കിന്റെ വശം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കിനെ കുറിച്ച് നിർവഹിച്ചപ്പോഴും അതാണ് പറഞ്ഞത്, അയ്യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. അന്ന് രേഖപ്പെടുത്തി വെച്ചു. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക് എന്ന് പറഞ്ഞാൽ അയ്യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹു അല്ലാത്തവരെ കൂടി ചേർക്കലാണ്. ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ, അല്ലാഹ്ക്ക് മാത്രം അനുവദനീയമായ, പടച്ച റബ്ബിന് മാത്രം സമ്മതിക്കാൻ പറ്റുന്ന, അല്ലാഹ്ക്ക് മാത്രം വിശ്വസിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ കൂടെ അല്ലാത്തവരെ കൂടി ചേർക്കലാണ് ശിർക്ക്. 1000 കൊല്ലം മുമ്പ് എഴുതി വെച്ച നിർവചനമാണ്. എന്നാൽ സമസ്ത അത് അട്ടിമറിക്കുകയും ഒരു പുതിയ നിർവചനവുമായി വന്നു. സ്വയം കഴിവുണ്ടെന്ന വിശ്വാസത്തിൽ അർപ്പിക്കപ്പെട്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ. ആ വിശ്വാസത്തിന്റെ ദുരന്തമാണ് മാലിക് സലഫി വിശദീകരിച്ചത് മുഴുവനും. അതിന്റെ ദുരന്തമാണ് നാട് നീളെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാലപ്പാട്ടുകൾ, മൗലിദ് കിതാബുകൾ. അതിന്റെ ദുരന്തമാണ് നാട് മുഴുവൻ ഉയർന്നു വരുന്ന ജാറങ്ങൾ, ദർഗകൾ, ആണ്ടു നേർച്ചകൾ. വളാഞ്ചേരി ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് സൈഡിലെല്ലാം കാണുന്നു ഒരു പള്ളിയുടെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള അരി. അതെങ്ങനെ ഉണ്ടായത്? എന്റെ അവിടെ മാത്രം അരി ഉണ്ടായത്? ഈ പോകുന്ന വഴിക്ക് വേറെ എവിടെയും ഖബർസ്ഥാനില്ലേ? വേറെ എവിടെയും ഖബറില്ലേ? വേറെ എവിടെയും മഹാന്മാരെ ഖബറില്ലേ? ഉണ്ടല്ലോ. എന്റെ അവിടെയൊന്നുമില്ലാത്ത ഒരു സവിശേഷമായ അരി ഈ പ്രദേശത്ത് മാത്രമുണ്ടായത്? എന്റെ അങ്ങോട്ട് ആളുകൾ അരി കൊടുക്കുന്നത്? തിരൂരിൽ നിന്ന് യാത്ര ചെയ്താൽ പുതിയങ്ങാടിലേക്ക് എത്തുമ്പോൾ കാണാം
എല്ലാ കടയിലും മൈസൂരിക്കൊല. എല്ലാ കടയിലും മുഖ്യമായ കച്ചവടം മൈസൂരിപ്പഴമാണ്. എന്റെ അവിടെ അങ്ങനെ? അവിടെ യാഹൂ തങ്ങളുടെ ജാറമുണ്ട്. ആ ജാളത്തിലേക്കുള്ള പ്രത്യേകമായ നേർച്ച എന്താ? മൈസൂരിപ്പഴമാണത്രേ. ഇവിടെ അരിയാണെങ്കിൽ അവിടെ പഴമാണ്. ഓരോ ജാളത്തിൽ ഓരോന്നാണ്. എങ്ങനെയായത് ഉണ്ടായി വന്നത്? ഈ തലതിരിഞ്ഞ വിശ്വാസം കൊണ്ട് തന്നെയാണ്. കൊടുത്ത കഴിവ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമില്ല. ആ കൊടുത്ത കഴിവിനോ യാതൊരു പരിധിയുമില്ലതാനും എത്രയും കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം എന്നാണ് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒരു പരിധിയുമില്ലാതെ എത്രയും കൊടുക്കാം എന്ന് ആയത്ത് പോലും തെറ്റായി അർത്ഥം വെച്ച് ഓതിക്കൊടുത്തിട്ടാണ് അവർ പഠിപ്പിച്ചത്. അതിന്റെ ദുരന്തമാണ്. അവസാനം എത്രയും കൊടുക്കാമെന്നാണെങ്കിൽ പിന്നെ ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം അള്ളാഹു ഓൽക്കങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു എന്ന വിശ്വാസം വരെ വന്നത്. കാരണം കൊടുത്ത കഴിവല്ലേ, അത് ലിമിറ്റില്ല. കൊടുക്കുന്ന പഠിച്ചോനല്ലേ, എന്താ പരിധി? ഒരു പരിധിയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ല കാണും പോലെ കാണുന്നവർ, അല്ല കേൾക്കും പോലെ കേൾക്കുന്നവർ, അല്ല അറിയും പോലെ അറിയുന്നവർ എല്ലാം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മഹാന്മാരെ പരിചയപ്പെടുത്തി. എല്ലാം അല്ല കാണും പോലെ കാണുമത്രേ. അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മഹാന്മാരും ചെയ്യുമത്രേ. നഊദു ബില്ലാഹ്. പടച്ച റബ്ബ് എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്യുമെന്നാ പഠിപ്പിക്കുന്നത്. പടച്ച റബ്ബ് ഏതൊക്കെ ചെയ്യുമോ അതുപോലെ ചെയ്യുമെന്നാ പഠിപ്പിക്കുന്നത്. ആകെ വ്യത്യാസം എന്തേ ഉള്ളൂ? ഒന്ന് കൊടുത്ത കഴിവാണ്, ഒന്ന് സ്വയമുള്ള കഴിവാണ്. അത് അംഗീകരിച്ചാൽ പിന്നെ പ്രശ്നമില്ല. അള്ളാഹിന്റെ കഴിവ് സ്വയമുള്ളത്, മഹാന്മാരെ കഴിവ് അള്ളാഹു തആല നൽകിയത്. ആ വ്യത്യാസം വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ലോകം മൊത്തം നിയന്ത്രിക്കുമെന്ന് മാത്രമല്ല, നീ ലോകം മൊത്തം നശിപ്പിക്കുന്നു വിശ്വസിച്ചാലും ഒരു പ്രശ്നവുമില്ല. മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പാടിയ പാട്ടുകളിൽ കാണാം, വലൗലാ റസൂലുള്ളാഹി ബിൽ അഹ്ദി സാബിഖു ലഅഗ്ലഖ്തു അബ്വാബൽ ജഹീമി ബിഅൽമതി. എന്റെ മഹത്വം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടച്ച് പോരാൻ പറ്റും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ വന്ന് പറഞ്ഞു പോയില്ലേ നരകമുണ്ട് എന്ന്. നബി തങ്ങൾ വന്ന് പറഞ്ഞു നരകമുണ്ട്. ഇനി ഞാൻ നരകം അടച്ചു പൂട്ടിയാൽ പിന്നെ നബി തങ്ങൾ പറഞ്ഞ വാക്ക് ശരിയല്ലതായി മാറും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ അഗ്ലഖ്തു അബ്വാബൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും ഞാൻ അടച്ചു പൂട്ടുമായിരുന്നുവെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞുവെന്നാണ് പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എന്റെ അതും വിശ്വസിക്കാം. എന്താ അല്ലാഹുവിനെ കൊടുത്തൂടേന്നാ? എന്താ കൊടുത്തൂടേന്നാണ്? റാബിഅത്തുൽ അദവിയ്യ എന്ന് പറയുന്ന മഹദിയെ കുറിച്ച് സൂഫികൾ പ്രചരിപ്പിക്കുന്ന കഥ കാണാം. റാബിഅത്തുൽ അദവിയ്യ ഒരിക്കൽ ഒരു കയ്യിൽ അല്പം തീയും മറു കയ്യിൽ അല്പം വെള്ളവുമായി പോയിന. അപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനെ പോണത്? ഒരു കയ്യിൽ വെള്ളമുണ്ട്, മറ്റേ കയ്യിൽ തീയുണ്ട്, എവിടേക്കാ യാത്ര? അപ്പൊ റാബിഅത്തുൽ അദവിയ്യ പറഞ്ഞു, ഞാൻ ഈ തീ കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവുകയാണ്, ഈ വെള്ളം കൊണ്ട് നരകം കെടുത്താൻ പോവുകയാണ്. എന്താ നിങ്ങൾ പറയണത്? ഒന്നല്ല, ആളുകളൊക്കെ ഇബാദത്ത് എടുക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്, നരകത്തിനെ പേടിച്ചിട്ടാണ്, അള്ളാഹിനെ പേടിച്ചിട്ടല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഇബാദത്ത് വേണ്ട, അതിന് കാരണക്കാരായ സ്വർഗം വേണ്ട, നരകം വേണ്ട. ഞാൻ സ്വർഗമിതാ കത്തിച്ചു കളയാൻ പോകുന്നു, നരകമിതാ കെടുത്തിക്കളയാൻ പോകുന്നു. ഇപ്പൊ മറ്റൊരു പിടിച്ചതല്ല, നരകം സ്വർഗം ഉണ്ടായിട്ട് തന്നെ മനുഷ്യന്മാർ ഇബാദത്ത് എടുക്കണില്ല. അതില്ലാതെ പിന്നെ എന്തായിരിക്കും? എന്നാ പിന്നെ അവിടെ നോട്ടെ, തൽക്കാലം നിലനിർത്താൻ നല്ലത്. ഇത് സൂഫികൾ വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന കഥയാണ്. അപ്പൊ എന്ത് കഴിവുമാകാം, എങ്ങനെയുമാകാം. പടച്ച റബ്ബ് എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്യുന്നിടത്തേക്ക് ഔലിയാക്കന്മാരെ കൊണ്ടുപോയി എത്തിച്ചത് അവർ പറഞ്ഞ ഈ തെറ്റായ അടിസ്ഥാനമാണ്. ഇന്ന് അതാണ് വിവാദമായി മാറിയത്. ആ അടിസ്ഥാനം ഇവിടെ പച്ചയ്ക്ക് പറയാൻ ചില ആളുകൾ വന്നപ്പോൾ, എന്തും പറയാൻ ധൈര്യമുള്ള ചില ആളുകൾ സമസ്ത എന്ന ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്കിറങ്ങി സ്വതന്ത്രമായ വേദി കിട്ടിയപ്പോൾ അവർ എന്തും പറയാൻ തുടങ്ങി. സമസ്തയുടെ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെല്ലാം വിളിച്ചു പറഞ്ഞപ്പോ സാധാരണക്കാർ ചോദിക്കാൻ തുടങ്ങി, അല്ല ഇത് പറയാൻ പറ്റോ, ഇത് ശരിയാണോ, ഇത് വിശ്വസിക്കാമോ എന്ന ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഇപ്പൊ സമസ്ത ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായത്. അല്ലെങ്കിലോ ഇതില്ലെങ്കിലോ ഈ പോക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതേ വിശ്വാസം മാലപ്പാട്ടിലുണ്ട്, ഇതേ വിശ്വാസം മൗലിദിലുണ്ട്, ഇതേ വിശ്വാസം ജാറങ്ങളിലുണ്ട്, ഇതേ വിശ്വാസം സമസ്ത ഔദ്യോഗികമായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. എന്ന ഉസ്താദുമാര് മലയാളത്തിൽ ഈ ആശയം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴോ അത് ആളുകൾക്ക് ശ്രദ്ധിക്കാൻ അവസരമായി. അതാ സംഭവിച്ചത്. സമസ്തയുടെ പ്രസിഡന്റ് സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങള് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചത്
അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മഹാന്മാരും ചെയ്യുമെന്നാണ്. കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഭാഗം. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. ഇവരറിയണത് എങ്ങനെ? അതിനുപയോഗിക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അള്ളാഹു അറിയുന്നത് എല്ലാം അറിയും, പക്ഷേ അള്ളാഹു അറിയുന്ന പോലെ അറിയൂല. അതാ വ്യത്യാസം എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിനേക്കാളും വലിയ തങ്ങന്മാര് കൂടി എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞതോ അള്ളാഹ് കാണുന്ന പോലെ തന്നെ കാണും, അള്ളാഹ് അറിയുന്ന പോലെ തന്നെ അറിയുമെന്നാണ്. ഇത്തങ്ങൾ പറയാ അള്ളാഹ് കാണും പോലെ കാണൂല, എന്നല്ല കാണുന്നതെല്ലാം കാണും. CM സ്മരണിക, ആ CM സ്മരണികയിൽ നേർക്കുനേരെ എഴുതി വെച്ചു, എല്ലാ തങ്ങന്മാരും കൂടിയിറക്കിയതാണല്ലോ. ഉള്ളാൾ തങ്ങൾ മുതൽ സയ്യിദ് അവേത്ത് സീനിക്കോയ തങ്ങൾ മുതൽ എല്ലാ തങ്ങന്മാരും ഒന്നിച്ചുകൂടി സാക്ഷാൽ കാന്തപുരം അടക്കമുള്ള ആളുകളെ നേതൃത്വത്തിൽ ഇറക്കിയതാണ് ഈ കാണുന്ന CM സ്മരണിക. ആ സ്മരണികയിലാണ് എഴുതിയത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. കണ്ടോ, ഒരു ഹദീസ് കൊടുത്തിട്ട് പറയാ ആ ഹദീസിന് പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്, ഒരു പണ്ഡിതൻ വിശദീകരിച്ചിട്ടില്ല. അത് അവന്റെ വകയാണ്. എങ്ങനെ? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ. അപ്പൊ മഹാന്മാരായ ആളുകൾ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമത്രേ, അള്ളാഹു കാണുന്നത് പോലെ കാണുമത്രേ, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുമത്രേ. മാത്രവുമല്ല അള്ളാഹു ചെയ്യുന്നതെല്ലാം ചെയ്യും, അള്ളാഹ് കേൾക്കുന്നതെല്ലാം കേൾക്കും, അള്ളാഹ് അറിയുന്നതെല്ലാം അറിയും. എന്താ വ്യത്യാസം? ഒന്ന് സ്വയമുള്ള കഴിവ്, മറ്റല്ലാഹ് കൊടുത്ത കഴിവ്. ആ വ്യത്യാസമേ ഉള്ളൂ. അഥവാ അള്ളാഹു സ്വയം ഒരു പങ്കാളിയെ തെരഞ്ഞെടുത്തുവെന്നല്ലേ സഹോദരന്മാരെ ഇതിനർത്ഥം? അള്ളാഹിന്റെ എല്ലാ കഴിവും അള്ളാഹ് വേറൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു, സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു എന്നല്ലേ അതിനർത്ഥം? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇസ്ലാമിന് എന്താ അടിസ്ഥാനമുള്ളത്? വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹ് ഏകനാണ്, അവിടെ തുല്യന്മാരില്ല എന്ന് പറഞ്ഞ് പിന്നെന്താ അർത്ഥമുള്ളത്? ഈ തെളിഞ്ഞ വിശ്വാസം പഠിപ്പിച്ച പഴ നാം നേരത്തെ കേട്ട പോലെ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഇവർക്ക് വകവെച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടായത്. അള്ളാഹ് കേൾക്കുന്നതൊക്കെ കേൾക്കും, കേൾക്കുന്ന പോലെ കേൾക്കും, കാണുന്നതെല്ലാം കാണും, കാണുന്ന പോലെ കാണും, അള്ളാഹ് ചെയ്യുന്നതെല്ലാം ചെയ്യും, അള്ളാഹ് ചെയ്യും പോലെ മഹാന്മാരും ചെയ്യും. പിന്നെന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അപ്പോഴാണ് പറഞ്ഞത് അനല്ലാ, ഞാൻ അള്ളയാണ്. നേരത്തെ കേട്ടല്ലോ നമ്മൾ മനസ്സിൽ ഇട്ടത്, ഒന്നുകൂടെ കേൾക്കാം. ഞാൻ അള്ളയാണ് എന്ന് നേക്ക് നേരെ പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. കേൾക്കാൻ നിങ്ങൾ ഒന്നുകൂടെ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എന്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. അനല്ലാ, ഞാൻ അള്ളയാണെന്ന് പറഞ്ഞു. അതും പറയാ, കാരണം എന്താ? അള്ള കൊടുത്ത കഴിവ് ചോദിച്ചാൽ പോലെ. സാക്ഷാൽ അല്ല സ്വയം ഉണ്ടായ അല്ല. ഈ അല്ലയോ അല്ല ഉണ്ടാക്കിയല്ല എന്ന് വിശ്വസിച്ച ശിർക്കുണ്ടോ? സമസ്തന്റെ ആശയപ്രകാരം പിന്നെ ശിർക്കാവൂല. ആ അവസ്ഥയിലേക്ക് എത്തി. ഞാനാണ് അല്ലാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അത്രയും എത്തിയപ്പോൾ സ്വാഭാവികമായും സാധാരണ ചോദ്യം വരാൻ തുടങ്ങി. അല്ല ഉസ്താദ്, ഇതൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് മാത്രമല്ല, എല്ലാത്തിനും എന്തിനും ഏതിനും ഈ CM മടവൂര് മതി എന്നാണ് ഉസ്താദുമാർ പ്രസംഗിക്കുന്നത്. ഓരോ നാട്ടിലും ആരെങ്കിലും ഉണ്ടാകും, ഒന്നുകിൽ ജാറം, അല്ലെങ്കിൽ തങ്ങള്, അല്ലെങ്കിൽ ബീവി, ഒരു സിദ്ധന്, ഒരു ഖോജ, ഒരു ഷെയ്ഖ്, എന്തെങ്കിലും പേരിൽ എല്ലാ നാട്ടിലും ഏതെങ്കിലും ഒന്നും ഇല്ലാതിരിക്കില്ല. പടച്ച റബ്ബിൽ നകറ്റാനും പടപ്പിലേക്ക് ആളെ കൊണ്ടുപോകുവാനുമായി
സ്ഥാപിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കേന്ദ്രം, എന്തെങ്കിലും സംവിധാനം എല്ലാ നാട്ടിലും ഉണ്ടാകും. 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതാണ്. പടച്ച റബ്ബിൽ നിന്ന് പടപ്പിലേക്ക് കൊണ്ടുപോകാൻ, പടച്ച റബ്ബിൽ നിന്ന് അകറ്റാൻ, പടപ്പിലേക്ക് അടുപ്പിക്കാൻ പിശാച്ച് ആഗ്രഹിക്കുന്നു, അവൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി പിശാച്ച് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും എന്തെങ്കിലും ഒരു കേന്ദ്രം സ്ഥാപിക്കാതിരിക്കില്ല എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ. പടച്ചവനിൽ നിന്ന് അകറ്റി പടപ്പിലേക്ക് അടുപ്പിക്കാൻ എല്ലാ നാട്ടിലും എന്തെങ്കിലും ഒന്നുണ്ടാകും. ഒന്നുകിൽ ഒരു തങ്ങള്, അപ്പൊ എന്താ അസുഖം വന്നാലും അവിടെ ചെല്ലാം. ഒരു ബീവി എന്തു പ്രശ്നം വന്നാലും അവിടെ ചെല്ലാം. തങ്ങൾക്ക് രോഗം വന്നാലോ ഹോസ്പിറ്റലിൽ പോവുക. അപ്പൊ അന്ന് ലീവ്, ഇന്ന് ഇവിടെ ദർശനമില്ല, ആരും വരണ്ട, തങ്ങപ്പാപ്പ ഹോസ്പിറ്റലിലാണ്. എന്നാ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പിന്നെ എന്തിനാത് ഇല്ല. നേരത്തെ നമ്മൾ കേട്ടത് CM മടവൂര് മരിച്ചോനെ ജീവിപ്പിച്ചു. ആ CM ഇന്നെവിടെ? മൂപ്പര് മരിച്ചു. രോഗവുമായി വന്നാൽ CM പറയും രോഗം വേണ്ട. ആ CM എത്ര രോഗത്തിലാണ് പ്രയാസപ്പെട്ടത്? CM-ന്റെ ചരിത്ര പുസ്തകത്തിൽ കാണാം, ബാത്റൂമിലേക്ക് നടന്നു പോകുമ്പോൾ CM അവിടെ വീണു, കാലിന്റെ എല്ല് പൊട്ടി. 1 മാസത്തോളം ആളുകളുടെ ദർശനം പോലും നിർത്തിവെച്ചു. അദ്ദേഹം കിടപ്പിലായി എന്നാണ് AP സുന്നാളിയുടെ പുസ്തകത്തിലുള്ളത്. എന്റെ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ, അത് പറഞ്ഞിട്ടില്ല. അതേ പുസ്തകത്തിൽ കാണാം, മൂത്രസംബന്ധമായ രോഗം ശൈഖുനാക്ക് മുമ്പേ ഉണ്ട്. ഈ കിടപ്പോടുകൂടി അത് ഒന്നുകൂടി അധികമായി. പണ്ടേ മൂപ്പർക്ക് പ്രശ്നമുണ്ട് മൂത്രത്തിന്, ഇതും കൂടെ ആയപ്പോ ഒന്നും കൂടെ ഓവറായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കലാമത്ത് പറയും, ഏത് രോഗവുമായി വന്നാലും ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ അതില്ലാതാകും. മടഞ്ഞ കാര്യം അറിയുമെന്നാ പറഞ്ഞത്, തെളിഞ്ഞ കാര്യം പോലും അറിഞ്ഞിട്ടില്ല. പുസ്തകത്തിൽ കാണാം, CM-നെ കാണാൻ വരുമ്പോ അദ്ദേഹം പറയുമായിരുന്നു, എടാ കണ്ണിന് കാഴ്ചയില്ല, ഇപ്പോൾ ആരെയും കാണാൻ കഴിയുന്നില്ല, നിന്റെ ശബ്ദം കേട്ടപ്പോഴാ നിന്നെ മനസ്സിലായത്. തെളിഞ്ഞ കാര്യം അറിയാത്ത ആളെ പറ്റിയ മറഞ്ഞ കാര്യം അറിയുമെന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഈ രൂപത്തിലേക്ക് സമുദായം വഞ്ചിക്കപ്പെടുന്നു. അതാണ് ഞാൻ അള്ളയാണ് എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് അള്ളയാണെങ്കിലോ പിന്നെ എന്തിനും മൂപ്പര് മതി, എല്ലാത്തിനും അവര് മതി. അത് ഓരോ നാട്ടിലും ഓരോരുത്തരും ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു പക്ഷേ ഇവിടുത്തെ യാറുണ്ടാകും, ഇവിടെ എന്തു പ്രശ്നമുണ്ടോ അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പുറത്ത് പോയാൽ മമ്പുറമുണ്ട്, പുത്തമ്പള്ളിയുണ്ട്, അജ്മീറുണ്ട്, ഏറുവാണിയുണ്ട്, പൊന്നാനിയുണ്ട്, പുതുപൊന്നാനിയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ജാറങ്ങളാണ്. ആ നാട്ടുകാരൊക്കെ എന്തു പ്രശ്നം വന്നാലും അവിടെ പോയി പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ എന്തിനും ഏതിനും പടപ്പുകൾ മതി എന്ന ആശയമാണ് ഇതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ, ഒരു ഉസ്താദ് വ്യക്തമായി പറയുന്നു, നമുക്ക് CM മതി എന്ന് പറയുന്ന ആശയം ശ്രദ്ധിക്കുക. ശൈഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ. എന്ത് കാര്യമായാലും വേണ്ടില്ല, ശൈഖുന മദീന. നമ്മുടെ പ്രഖ്യാപനമോ ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി. ഇയാളെ പറ്റി അയാൾ അള്ളയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോ പിന്നെ നമുക്ക് CM മതി, എന്തിനും ഏതിനും ശൈഖുന മതി എന്ന് പറയുന്നിടത്തേക്ക് ഉസ്താദുമാരെത്തി. ഈ ഉസ്താദ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്ത് പറയുന്നുണ്ട്, എനിക്കൊരു മാസമായിട്ട് വല്ലാത്ത കൊരയും ജലദോഷമൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ധോരിക്കണം, ഒരുപാട് ചെയ്തു നോക്കിയും പല ഡോക്ടർമാരെയും കണ്ടുനോക്കി ഒരാക്കൂല്ലാതാ. ഇന്ത്യ ഒന്നാണ് പോയാ പോലെ മടവൂർക്ക് എന്ത്യ അങ്ങ് വിളിച്ചാ പോലെ. പറച്ചിലൊന്ന് ചെയ്തി മറ്റൊന്ന്. സഹോദരങ്ങളെ, ഈ ഒരു രൂപത്തിലേക്ക് പറഞ്ഞു കൊണ്ടുപോയി അവസാനം അള്ളയാണ് ഇവരൊക്കെ മുദബ്ബിറുൽ ആലമാണ്, ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവരാണ് എന്ന് പച്ച മലയാളത്തിൽ പറയാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും സമസ്തയിൽ വിവാദമായി. ചില ഉസ്താദുമാര് പറഞ്ഞു അത് കുറച്ച് അധികമായി പോയി, അങ്ങനെ പറഞ്ഞുകൂടാ. സമസ്തന അസുര പ്രകാരോ അധികമാവുക എന്ന പ്രശ്നമില്ല. കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ പിന്നെ എന്താ അധികാരം? എന്താ അല്ല കൊടുത്ത കുറച്ച് അധികമായി പോയില്ലാണോ? ഉണ്ടാവില്ലല്ലോ. പഠിച്ചോ, അത്ര കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നല്ലേ പറഞ്ഞ അർത്ഥം. അങ്ങനെ
പല ഉസ്താദുമാരും സാക്ഷാൽ പേരോട് മുസ്ലിയാരും അലവി സഖാഫിയും അടക്കമുള്ള ആളുകൾ വരെ രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു ഇത് ശരിയല്ല, ഈ വിശ്വാസം ശരിയല്ല. കിതാബോധി പറഞ്ഞു, അഖീദയുടെ വിശ്വാസം പഠിപ്പിക്കാനുള്ള കിതാബുകൾ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഉസ്താദുമാർ തന്നെ രംഗത്തിറങ്ങിയത് ഇത് ശരിയല്ലെന്ന് പറയാൻ. പേരോട് മുസ്ലിയാർ തന്നെ കിതാബോധി ഇബാറത്ത് വായിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു വഅദ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ലോകം മുഴുക്കിയെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? നമ്മൾ സാധാരണയായി റബ്ബുൽ മാല്, അതുപോലെ തന്നെ പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ് തന്നെ അതിന്റെ ഉടമസ്ഥൻ. നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവലോകത്തിന്റെയും റബ്ബ് അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഖാസിദിന്റെ 4-ാം വാള്യം 39-ാമത്തെ പേജിൽ എഴുതിയത് കാണാം. വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാമി ഫീ അന്ന തദ്ബീറൽ ആലമി വഖൽഖൽ അജ്സാമി വസ്തിഖാഖൽ ഇബാദതി വഖിദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലഹാ മിനൽ ഖവാസ്. അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്, അതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ ലോകത്തിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, അതുപോലെ ഖരവസ്തുക്കൾ, അതുപോലെ ശരീരങ്ങൾ, തടികൾ, അതിന്റെ സൃഷ്ടിപ്പ്, വസ്തിഖാഖൽ ഇബാദത്തി, ഇബാദത്തിനുള്ള അർഹത, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള സംഗതികളുണ്ടല്ലോ. അതുപോലെ അതാ ഖദീമായ നിലക്കുള്ള സിഫത്തുകൾ, അത്തരം കാര്യങ്ങളെല്ലാം അത് അല്ലാഹുവിന്റെ മാത്രമുള്ള പ്രത്യേകതയാണ്. ഇത് തന്നെയാണ് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാരും വഅനി ബിത്തൗഹീദിൽ മുത്ലഖ് അൻ യഅലമ അന്ന മുദബ്ബിറൽ ആലമി വാഹിദുൻ വഅൻ യഅലമ അയ്ളൻ അന്നൽ അബ്ദ ഗൈറു മുസ്തഖില്ലിൻ ബിഅഫ്ആലി നഫ്സി. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അങ്ങനെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ അവൻ അല്ലാഹുവാണ്. കണ്ടോ, ഇതാണ് പേരോട് മുസ്ലിം ആദ്യം പ്രസംഗിച്ചത്. ഈ വിഷയം വിവാദമായി പല ഉസ്താദുമാരും ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ പേരോട് മുസ്ലിയാർ കിതാബിൽ ഉള്ളത് അതേപടി വായിച്ചു പഠിപ്പിച്ചു കൊടുത്തു. ശർഹുൽ മഖാസിദ് അല്ലാമ തഫ്താസാനി പറഞ്ഞത്, തഫ്സീർ റാസിയിലെ അല്ലാമ ഫഖ്റുദ്ദീൻ റാസി പറഞ്ഞത്, ഇത്തരം കിതാബൊക്കെ കൊണ്ടുവന്നിട്ട് മൂപ്പര് കിതാബിന്റെ ഇബാറത്ത് വായിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല. തദ്ബീറുൽ ആലം, ലോകത്തിന്റെ നിയന്ത്രണം അല്ലാഹു തആലാക്ക് മാത്രമാണ്. അതാണ് തൗഹീദുൽ മുത്ലഖ്. മുദബ്ബിറുൽ ആലം അല്ലാഹ് മാത്രമാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദുൽ മുത്ലഖ്. അതാണ് ശരിയായ തൗഹീദ്. അതിനപ്പുറമുള്ള തൗഹീദല്ല, അതിനപ്പുറമുള്ള ശിർക്കാണ്, കുഫറാണ് എന്ന് അദ്ദേഹം കിതാബ് ഓതിയിട്ടാ പഠിപ്പിച്ചു കൊടുത്തത്. മാത്രവുമല്ല AP സമസ്ത തീരുമാനിച്ചു ഇത് ആളുകളെ മൊത്തം പഠിപ്പിച്ചേ പറ്റൂ. അങ്ങനെ ജില്ലകൾ തോറും അവരെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി, ഉസ്താദുമാരെ മൊത്തം വിളിച്ചുകൂട്ടി, പ്രസംഗിക്കാൻ പോകുന്ന ആളുകള്, ഖതീബുമാര്, അവരൊക്കെ വിളിച്ചുകൂട്ടി ഉലമാ സമ്മേളനം എന്ന പേരിൽ എല്ലാ ജില്ലയിലും വിളിക്കാൻ തീരുമാനിച്ചു. സംഗതി 2-3 ജില്ലയിൽ നടന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് സംഗതി അതിലും വലിയ പ്രശ്നമായി. അപ്പൊ നിർത്തിവെച്ചു. മലപ്പുറം ജില്ലയിൽ നടന്നു, കോഴിക്കോട് ജില്ലയിൽ നടന്നു. അങ്ങനെ 2-3 ജില്ലയാണ് ആകെ നടന്നത്. ബാക്കി നടത്താൻ കഴിയാത്ത വിധം ഉലമാ സമ്മേളനത്തിൽ ആകെ പ്രശ്നം.